ഹായ്. സോ നമ്മുടെ കോളേജിൽ ഓണപരിപാടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോളേജിൽ പോവാം. സോ ഞാൻ റെഡി ആയിട്ടൊക്കെ വരാം. എനിക്ക് ഇന്ന് കോളേജിൽ ഡാൻസും എല്ലാം ഉണ്ട്. അതിന് പുറമേയായിട്ട് എനിക്ക് പിരീഡ്സ് പോയി. ഈ വയറുവേദനയും നടുവേദനയും ആകെ മൊത്തം ഒരു കുഴഞ്ഞ ഇതിലിരിക്കും. എണീറ്റിരിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. ബട്ട് നോക്കാം. അപ്പം ഞാൻ റെഡി ആയിട്ട് വരാം. ഇതെൻ്റെ ബ്ലൗസ്. പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നുമില്ല. ഇത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് വിഷമം. അപ്പോൾ ഞാൻ താഴെ ഇറങ്ങിയാണ്. ഞാൻ തിന്നട്ടെ. ഗൈസ്, നമ്മൾ രണ്ടുപേരും ID കാർഡ് എടുത്തിട്ടില്ല. ഒന്നില്ലെങ്കിൽ കോളേജിൽ കയറും, അല്ലെങ്കിൽ കോളേജിൻ്റെ പുറത്ത്. നിന്റെ ഫാൻസ് ഒക്കെ തിരക്കും. അതിന്റെ അകത്ത് മറ്റേ ഡാർക്ക്നെസ്സിൽ ഫോട്ടോ എടുക്കുന്നത് വെച്ചിട്ടുണ്ടോ? ഞാനില്ലേ എവിടെ ഫോട്ടോഗ്രാഫർ. എന്റെ ഫോണിൽ എനിക്ക് ആ വ്ളോഗൊന്നും എനിക്ക് അയച്ചു തരണേ. നമ്മുടെ ഡാൻസ് ഉണ്ട് ഗൈസ്. ഡാൻസ് അവര് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് വയ്യാത്തോടെ ഞാൻ ഇവിടെ ഇരിക്കും. ഇവിടെ ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസും അപ്പുറത്ത് പരിപാടി നടക്കും. എൻ്റെ ഫോണ് ബാഗിൻ്റെ അകത്തായിപ്പോയി. അപ്പം എനിക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് മാത്രമേ ഇപ്പം ഇതെന്താ ദീപുവിൻ്റെ ഫോൺ എടുത്തു. അങ്ങനെ കുറേ നാളത്തെ പ്ലാനിങ്ങും കുറേ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞതായി ഇറങ്ങി. ഫസ്റ്റ് ടൈമാണ് ഓണപരിപാടിക്ക് ഇത്രയും ലേറ്റ് ആയിട്ട് പോകുന്നത്. സത്യം മണി രണ്ടായി. നിങ്ങൾ വിചാരിക്കും വല്ല 4 മണി 5 മണി? 2 മണി. ഞങ്ങൾ സാധാരണ 11:30 കൂടുതൽ ഇവിടെ നിൽക്കാറില്ല. കഴിഞ്ഞ തവണ 11 മണിക്ക് വന്നിട്ട് 11:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അറിയാമോ, ഇത്തവണ ഓണത്തിന് നമ്മൾ ഡാൻസ് കളിച്ചു. സാധാരണ ഓണത്തിന് നമ്മൾ ഡാൻസ് കളിക്കാറില്ല. ഞങ്ങൾക്ക് സാധാരണ ഞങ്ങൾ ഡാൻസിന് ഇറങ്ങുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു 5 എണ്ണം അല്ലെ 10 എണ്ണത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഞങ്ങളത് വരും. ഇന്ന് ഞങ്ങൾക്ക് 24ാമത്തെ ഡാൻസ് ആയിരുന്നു. അതാണ് ഇത്രയും ലേറ്റ് ആയി പോയത്. ഗായ്സ്, ഓണപരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി വന്ന് തിന്നാൻ പോട്ടെ. പക്ഷെ നമുക്ക് ഒന്നും തിന്നാനും തോന്നണില്ല. നമുക്ക് വല്ല ഷേക്ക് അമ്മാതിരി സാധനങ്ങൾ കുടിക്കാൻ ഭയങ്കര ആഗ്രഹം. സോ നമ്മൾ അതിനു വേണ്ടി കുട്ടി. എവിടെ പൊട്ടു ഇതിന് മണ്ടയില്ല കുത്തിയണി. ഗായ്സ്, എങ്ങനെയുണ്ട് നമ്മുടെ ലുക്ക്? നല്ല ലുക്ക്. ഞാൻ കറക്റ്റ് തളച്ചു. അതെ, എൻ്റെ അമ്മ. അതെ, കാര്യം ഇതെല്ലാം കുരുങ്ങുന്നു. ഞാൻ പിടിക്കണില്ല, എന്നെ വിളിക്കാതെ. തുടപ്പിന്റെ ഒരു സാധനത്തിൽ അമ്മേനെ എവിടേക്കോ എങ്ങനെയൊക്കെ ഫുഡ് വന്നു ഗായ്സ്. ഫുഡ് വന്നു. ഞാൻ മര്യാദക്ക് ഇട്ട് തരൂലായിരുന്നു. അതല്ലേ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഉച്ചയ്ക്ക് പാലച്ചും പോകണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ചേച്ചി ഇട്ടൊരു വേണ്ട, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ട്രേ എക്സ്ട്രാ. അവൾ ഒറ്റയ്ക്ക് തിന്നുള്ളത്. ഞങ്ങൾക്ക് ഒരെണ്ണം മതി. ഞാൻ ഇവിടെ ഇങ്ങനെ പോകണം. വാട്ട് ഈസ് ദിസ്? ഞങ്ങൾക്ക് ഒരെണ്ണം മതി കഴിക്കാൻ വേണ്ടി. കീർത്തന ഇടയ്ക്ക് വന്നല്ലോ. എത്ര ഡീസൻ്റ് ആവും ക്യാമറ വരുമ്പോൾ എത്ര ഡീസൻ്റ് ആവും.
അങ്കിളുടെ നെഞ്ചത്ത് ചാഞ്ഞു കിടക്കുന്ന ദീപുവിനെ ഈ മനുഷ്യൻ ദീപുവിനെ നോക്കണില്ലെന്ന് പറഞ്ഞ ദീപുവിന് ഭയങ്കര വിഷമം. ഗൈസ് അപ്പൊ ടാറ്റ ബൈ ബൈ സീ യു. ഈ ഫോണും ഞാൻ എടുത്തോണ്ട് പോകുന്നു. എന്റെ ഫോൺ ഇങ്ങോട്ട് ഇറക്കി. ഓ നീ നിന്റെ അല്ല എടുത്തത്? ഓ ശരി, എനിക്ക് അയച്ചിരുന്നാല് എടുത്ത് തുറന്നാടി. ഓ ഇത് പഴയതാണല്ലോ, ഞാൻ മറന്നുപോയി. ഇവിടെ പിടിച്ചോണ്ടിരിക്കുന്നു. ജിമ്മിയുടെ ബാഗ് കൊടുത്തല്ലോ. എല്ലാം കഴിഞ്ഞു. അതെ ഗൈസ്, രണ്ടുപേരും സിംഗിൾ ഒറ്റയ്ക്ക്. അതെ, ബസ് വരുന്നു. ഗൈസ് ഇവിടെ വെച്ച് ഞാൻ ഇവളെ ഉപേക്ഷിക്കുന്നു. ഇവളെന്നെ ഉപേക്ഷിക്കും. ഞാൻ ഇവളെ ഉപേക്ഷിക്കും. അതെ, ഞാൻ തന്നെ ഇവളെ ഉപേക്ഷിക്കുന്നത്. ഞാനാണ് ഉപേക്ഷിക്കുന്നത്. എനിക്കല്ലേ നേരെ പോകണം. അപ്പൊ നേരെ പോകണവരാണ് ഉപേക്ഷിക്കുന്നത്. ഞാൻ വളഞ്ഞ വഴിയാണ് എപ്പോഴും, വളഞ്ഞേ പോവാറുള്ളൂ. ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. എനിക്ക് മലയങ്കീരി ബസ്സാണെങ്കിലും വെള്ളായണി ബസ്സാണെങ്കിൽ ഞാൻ വെള്ളായണി തന്നെ ഇറങ്ങണം. വെള്ളായണി ഇറങ്ങണം. വണ്ടി വെള്ളായണിയിലല്ലേ? അതെ, പോട്ട് ഗൈസ്. അതെ. അപ്പൊ ശരി ഗൈസ്, ബൈ ബൈ. എനിക്ക് വെള്ളം കഴിച്ചിട്ട് ഞാൻ ബസ്സിൽ കിടന്ന് ഭയങ്കര ഉറപ്പ് വരുന്നത്. എൻ്റെ കോളേജിൽ ഓണമൊക്കെ കഴിഞ്ഞ് എൻ്റെ ഡിഗ്രി ലൈഫിലെ ലാസ്റ്റ് ഓണമായിരുന്നു. ലാസ്റ്റ് ഓണത്തിന് തന്നെ നമ്മൾ ഡാൻസ് കളിച്ച്. സംഭവം നമ്മൾ ഇതേവരെ ഓണത്തിന് ഡാൻസേ കളിച്ചിട്ടില്ല. കാരണം സാരിയൊക്കെ ഉടുത്ത് കളിക്കാൻ മടിയായിട്ടാണ്. പക്ഷെ ഇത്തവണ ഉടുത്ത് ഞാനൊന്നും നോക്കില്ല, ഞാനങ്ങ് കളിച്ചു. ഞാൻ +2 സാരി ഉടുത്ത് ഡാൻസ് കളിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാനങ്ങനെ സ്റ്റേജിൽ സാരി ഉടുത്ത് ഞാൻ ഇതുവരെ ഡാൻസ് കളിച്ചിട്ടില്ല. +2 കളിച്ച് അഴിഞ്ഞ് ഞാൻ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തങ്ങ് പോയി. ഇതും അഴിഞ്ഞ് ലാസ്റ്റ് ഇരുന്നപ്പോൾ അഴിഞ്ഞ് ഞാൻ ഓടി. ബട്ട് വലിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ക്ലാസ്സിലെ ഗേൾസ് എല്ലാവരും കൂടെ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ കളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു പോയി. നമ്മളധികം പ്രാക്ടീസൊന്നും ചെയ്യില്ല. ആകെ 2 ദിവസത്തെ പ്രാക്ടീസ്. അതും ടീം ഫുള്ളൊന്നും പ്രാക്ടീസ് ചെയ്യില്ല. നമുക്ക് പ്രോജക്റ്റ് വർക്കും അതൊക്കെ ഉള്ളതുകൊണ്ട് ചിലവർ വരും, കുറച്ച് പേര് വരത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെയായിരുന്നു. ബട്ട് ഓക്കെ, ഇറ്റ്സ് നൈസ്. ഉള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ തവണ ഞാൻ ഓടി നടന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ എനിക്ക് എൻ്റെ കോസ്റ്റ്യൂമും ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് എൻ്റെ ബോഡിയിൽ ഞാൻ ഉടുക്കുന്ന സാരി ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മിക്കപ്പോഴും ഈ സ്റ്റിഫായിട്ടുള്ള സാരി ഉടുക്കുന്ന കാരണം എനിക്ക് ഒതുങ്ങി നിൽക്കാറില്ല. എനിക്ക് ഇച്ചിരി ഹിപ്പിൻ്റെ അവിടെയൊക്കെ വണ്ണം തോന്നും. പക്ഷെ ഇത്തവണ പക്കയായിരുന്നു. പക്ഷെ എനിക്ക് അധികം ഫോട്ടോസ് കിട്ടിയില്ല. പക്ഷെ കിട്ടി, നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ബട്ട് അധികം കഴിഞ്ഞ തവണ ഞാൻ ഓവർ ഫോട്ടോ എടുപ്പായിരുന്നു. ഇത്തവണ ഞാൻ അങ്ങനെ എടുത്തില്ല. ആവശ്യത്തിന് മാത്രമേ എടുത്തുള്ളൂ, ആവശ്യത്തിന് മാത്രമേ കിട്ടുള്ളൂ. കാരണം നമ്മളെ ഡാൻസ് ഏറ്റവും അവസാനം ആയതുകൊണ്ട് ഞാൻ ആ സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് കയറി തുള്ളാനും പറ്റിയില്ല. അങ്ങനത്തെ പക്ഷെ നമ്മൾ പിന്നെ പുറത്തുപോയി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അൺഫോർച്ചുനേറ്റ്ലി ഡാൻസ് എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ ക്ഷീണിച്ച് എൻ്റെ കൂടെയുള്ള 2 പേർക്ക് താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ വേണ്ട. അപ്പം ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ കോളേജിൽ ഓണം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ കോളേജിലെ ഓഫീസിലെ നിങ്ങളുടെ ഓണം എങ്ങനെയായിരുന്നെന്നൊക്കെ ഇത് കാണുന്നവർ കമൻറ്റ് ചെയ്ത്. എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല, വലിയ വ്യൂസ് ഒന്നും കാണത്തില്ല. പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു മെമ്മറീസിന് വേണ്ടി ഞാൻ ഇടുന്നു. ദാറ്റ്സ് ഇറ്റ്.